കൂട്ടുകാരെ, നിലവിളക്ക് തെളിയിക്കേണ്ട ശരിയായ വിധം ലളിതമായി പറയാം. രാവിലെ സൂര്യോദയത്തിന് മുൻപ് മുതൽ 9 മണിവരെയുള്ള സമയത്ത് നിലവിളക്ക് തെളിയിക്കാം. 9 മണിവരെ എന്ന് പറഞ്ഞത് ഇന്നത്തെ കാലത്ത് സ്ത്രീകൾക്ക് ജോലിത്തിരക്കുകളൊക്കെ ഉണ്ടാകുമല്ലോ. അതുകൊണ്ട് രാവിലെയുള്ള ജോലികളെല്ലാം തീർത്ത് സ്വസ്ഥമായിരുന്ന് പ്രാർത്ഥിക്കാനുള്ള സമയമാണ് ഉദ്ദേശിച്ചത്. ഈശ്വരനോടുള്ള നമ്മുടെ പ്രാർത്ഥനയ്ക്ക് പ്രത്യേക സമയങ്ങളൊന്നുമില്ല. എങ്കിലും എല്ലാ കാര്യത്തിനും ഒരു ആചാരരീതി പിന്തുടരുന്നത് നല്ലതാണ്. വരുന്ന തലമുറ അത് സ്വീകരിക്കും. വൈകുന്നേരങ്ങളിൽ 6 മണി മുതൽ 7 വരെയുള്ള സമയം വളരെ നല്ലതാണ്. പറ്റാത്തവർക്ക് 9 മണിവരെയും വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കാം. യാതൊരു പ്രശ്നവുമില്ല. പൂജാമുറിയിൽ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ നമ്മുടെ മനസ്സും ശരീരവും വളരെ ശാന്തമായിരിക്കണം. എങ്കിൽ മാത്രമേ ഈശ്വരൻ്റെ ആ ഒരു സാമീപ്യം അറിയാൻ കഴിയൂ. വിളക്ക് തെളിയിക്കാൻ ഏറ്റവും നല്ലത് ശുദ്ധമായ നെയ്യാണ്. അത് കഴിഞ്ഞാൽ നല്ലെണ്ണയാണ് നല്ലത്. നെയ്യും നല്ലെണ്ണയും അന്തരീക്ഷത്തെ അണുവിമുക്തമാക്കുന്നു, ദൈവിക എനർജിയെ ആകർഷിക്കുന്നു. തിരി എത്ര ഇടണമെന്നത് അവരവരുടെ ഇഷ്ടമാണ്. ഞാൻ സാധാരണ 3 തിരി, വെള്ളിയാഴ്ചകളിലും പ്രത്യേക ദിവസങ്ങളിലും 5 തിരിയിട്ടാണ് ദീപം തെളിയിക്കുന്നത്. 2 തിരി ഇടുന്നവരും 1 തിരി ഇടുന്നവരുമുണ്ട്. നിങ്ങളുടെ സാമ്പത്തികത്തിനനുസരിച്ച് എത്ര വിളക്കുകൾ വേണമെങ്കിലും തെളിയിക്കാം. എന്നാൽ പ്രധാനമായും പൂജാമുറിക്ക് പുറമെ മുൻവശത്ത് ഒരു ദീപം സന്ധ്യകളിൽ തെളിയിക്കണം. ദീപം തെളിയിക്കാൻ പഞ്ഞിത്തിരിയാണ് ഏറ്റവും നല്ലത്. കരിന്തിരി കത്തില്ല. എണ്ണ തീർന്നതും തനിയെ അണയും. വിളക്ക് തെളിയുന്നതിനടുത്ത് ഒരു കിണ്ടിയിൽ വെള്ളം വയ്ക്കാനും ചന്ദനത്തിരി കത്തിക്കാനും മറക്കരുത്. പിന്നെ പൂവ് കിട്ടുമെങ്കിൽ അർപ്പിക്കാവുന്നതാണ്. പൂജാമുറി നിറയെ ദേവതാ ചിത്രങ്ങൾ കൊണ്ട് അടുക്കാതെ ഏതെങ്കിലും ഒരു ഇഷ്ടദേവൻ്റെ ചിത്രമോ വിഗ്രഹമോ വച്ച് വിളക്ക് തെളിയിക്കാം. മാക്സിമം 5-6 ചിത്രങ്ങൾ വയ്ക്കാവുന്നതാണ്. വീട്ടിൽ വയ്ക്കുന്ന ചെറിയ വിഗ്രഹങ്ങൾക്ക് അമ്പലത്തിൽ ചെയ്യുന്നത് പോലത്തെ അഭിഷേകങ്ങളൊന്നും വേണമെന്നില്ല, നിർബന്ധവുമില്ല. വൃത്തിയായി സൂക്ഷിക്കുക എന്നതേയുള്ളൂ. നിങ്ങളുടെ ദേവതയെ നിങ്ങൾ എങ്ങനെ കാണുന്നു എന്നതിനനുസരിച്ച് ഇതെല്ലാം ചെയ്യാം. പിന്നെ ഒരു പ്രധാന കാര്യം, വിളക്ക് തെളിയിച്ചാൽ മാത്രം ഈശ്വരനെ അറിയാൻ കഴിയില്ല. ജപം ഏറ്റവും പ്രധാനമാണ്. ഇഷ്ടദേവൻ്റെ ഏതെങ്കിലും ഒരു സ്തുതിയോ മന്ത്രമോ നിരന്തരം ജപിക്കണം. ജപത്തിലൂടെ മാത്രമേ ദേവതയുടെ എനർജി നിങ്ങളിൽ വരൂ. ഇഷ്ടദേവതയുടെ പേര് കഴിയുന്നത്ര ജപിക്കണം. എല്ലാം കൂടി ഒരു 10-15 മിനിറ്റിൻ്റെ കാര്യമേ ഉള്ളൂ. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ മാറി മാറി കേട്ട് അത് ചെയ്താൽ തെറ്റ്, ഇത് ചെയ്താൽ ദൈവം കോപിക്കും എന്നിങ്ങനെയുള്ള സംശയങ്ങളും പേടിയുമാണ്. നമ്മുടെ വീട്ടിലെ ഈശ്വരൻ നമ്മുടേത് മാത്രമാണ്. നിങ്ങൾക്ക് എന്താണോ മനസ്സിൽ നല്ലത്, ശരി എന്ന് തോന്നുവോ അത് നിങ്ങളുടെ ദേവതയ്ക്ക് നൽകുക. 1 മാസം വിളക്ക് തെളിയിച്ചിട്ടും ഒരു മാറ്റവും വരുന്നില്ല എങ്കിൽ മറ്റൊരു രീതിയിൽ തെളിയിച്ച് നോക്കുക. എന്ന് വെച്ചാൽ സാധാരണ 2 തിരിയിട്ട് തെളിയിക്കുന്നതാണെങ്കിൽ അത് മാറ്റി 5 തിരിയിട്ട് തെളിയിച്ച് നോക്കുക. അല്ലെങ്കിൽ 3 തിരിയാക്കുക. കുറച്ച് ദിവസം അങ്ങനെ തെളിയിക്കാം. ഉറപ്പായും എന്തെങ്കിലും ഒരു മാറ്റമുണ്ടാവും. ഇത് പരീക്ഷിച്ച് പറയുന്നതാണ്. നമ്മുടെ വീട്ടിൽ നമ്മൾ TV കാണണമെങ്കിൽ ചാനൽ ട്യൂൺ ചെയ്ത് വെക്കാറില്ലേ? അതുപോലെ ഈശ്വരൻ്റെ എനർജി നമ്മളിൽ തടസ്സമില്ലാതെ വരുന്നതിന് ഒരു മാധ്യമമാണ് നിലവിളക്കും ജപവും. അത് കൃത്യമായി വയ്ക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. എങ്ങനെ വിളക്ക് തെളിയിച്ചാലാണ് നിങ്ങളുടെ മനസ്സിന് ഒരു തൃപ്തിയും സന്തോഷവും വരുന്നത്, അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തുക. വിളക്ക് തെളിയിക്കാതെയും ജപം ചെയ്യാതെയും മാത്രം ഇരിക്കരുത്. നന്ദി.